ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്ന വിഷയം നോക്കൂ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പുരോഗമിക്കുകയാണ്. ഈ യാത്രയുടെ ഭാഗമായി കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലെ പിടിയും വലിയും തിരക്കും ഒക്കെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വലിയ വിവാദമായി മാറുകയും ചെയ്തു. പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അധ്യക്ഷനായ ജില്ലാ നേതാവുമായി കയർത്തു എന്നും പിന്നീട് ക്ഷണിച്ചപ്പോൾ ജില്ലാ നേതാവുമായി പിടിവലി നടത്തിയെന്നുമാണ് വിവാദം. കോൺഗ്രസ് ഇക്കാര്യം പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ വൈറലാണ്. ഷാഫിയെ വിമർശിച്ചും ട്രോളിയും സൈബർ ഇടങ്ങളിൽ വൻ ആഘോഷമാണ്. ഈ സംഭവങ്ങളുടെയൊക്കെ പേരിൽ ഷാഫിക്കെതിരെ നടക്കുന്നത് ദുഷ്പ്രചാരണമാണോ എന്നാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. പ്രസാദ്, ഈ ദൃശ്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പം എല്ലാവരിലും ഉണ്ട്. കാരണം അത് അമ്മാതിരി നമ്മൾ ഈ സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ പറയുമ്പോൾ ആ ദൃശ്യമൊക്കെ നല്ല പറന്ന് ഓടുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഭാഗീയതയും വർഗീയതയും ഒക്കെ ഈ ജാഥയ്ക്കിടയിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നേതാക്കൾ പറയുന്നു. ഇന്നലെ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിന് ശേഷം വടകരയിലെ ഷാഫി പറമ്പിലും പറഞ്ഞിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടക്കില്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് സേഫാകാൻ ശ്രമിക്കുമ്പോഴും ഈ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ അതൊരു പ്രശ്നമായും അതൊരു കളങ്കമായിട്ടൊക്കെ നിലനിൽക്കുകയല്ലേ പ്രസാദ്? എന്താ തോന്നുന്നത്? ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ സത്യത്തിൽ ഈ വിവാദം കോൺഗ്രസ് ചോദിച്ചു മേടിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ ഈ പരിപാടികളിലെ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അറിയാം, വേദിയിലെ തിക്കും തിരക്കും എല്ലാം നമ്മളും തന്നെ കണ്ടതാണ്. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ വീഴുന്ന ദൃശ്യം കണ്ടു ഈ തിരക്കിൽപ്പെട്ട്. അപ്പോൾ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ പൊതുവേ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഒട്ടും അച്ചടക്കം ഉണ്ടാകാറില്ല. വലിയ തിക്കും തിരക്കും അവരുടെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അവരെല്ലാം തന്നെ വേദിയിലേക്ക് കയറി വരികയും ഈ സീറ്റുകളിൽ ഇടം പിടിക്കുകയും, അതായത് അവിടെ ആർക്കാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതെല്ലാം മാറി മറിയുന്ന കാഴ്ച നമ്മൾ മുമ്പ് കണ്ടതാണ്. പലപ്പോഴും ഈ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് UDF-ലും പ്രത്യേകിച്ച് കോൺഗ്രസിലും ഇത്തരം പ്രവണതകൾ കാണാറുള്ളത്. ഇപ്പോൾ ഈ ഒരു ജാഥയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത് പോലെ UDF അവകാശപ്പെടുന്നത് പോലെ അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് അമിതമായ ആത്മവിശ്വാസമാണോ അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. UDF ആണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആംബിയൻസ് അവിടെ എല്ലാ പരിപാടികളിലും അവരുടെ വേദികളിലും സദസ്സുകളിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഒരു പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒരു അച്ചടക്കം അത് ഉണ്ടാകുന്നില്ല. ആ അച്ചടക്കം ഇല്ലാത്തതിന്റെ വിലയാണ് ഇന്നലെ ഈ കോൺഗ്രസ് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് കാര്യമായി പറയേണ്ടത്. ഇന്നലെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നേതാക്കളുമായി പറയുമ്പോൾ അത് പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിനല്ല അവിടുത്തെ പ്രശ്നമുണ്ടായത്. പരിപാടി തുടങ്ങാൻ വളരെ വൈകി. ഏറെക്കുറെ 1.5 മണിക്കൂറോളം പരിപാടി നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ നിന്നും സമയം വൈകി. പിന്നീട് തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് സാധാരണഗതിയിൽ ജാഥ ക്യാപ്റ്റൻ ആരാണോ നേരത്തെ പ്രസംഗിച്ചിരുന്ന ആ പ്രസംഗം അവസാനിപ്പിച്ച് ജാഥ ക്യാപ്റ്റനിലേക്ക് ക്ഷണിക്കും, പിന്നീട് നന്ദി പറയും. അപ്പോൾ ഇതിനിടയിൽ ഷാഫി പറമ്പിലും ജാഥ ക്യാപ്റ്റൻ വി.ഡി. സതീശനും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ വിളിച്ചു. അങ്ങനെ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. തന്നെ നേരത്തെ വി.ഡി. സതീശന് മുമ്പ് വിളിക്കണമായിരുന്നു. വി.ഡി. സതീശൻ വിളിച്ചതിന് ശേഷം വീണ്ടും ഷാഫിയെ വിളിച്ചപ്പോൾ വി.ഡി. സതീശൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നു, ഷാഫി പറമ്പിലിനെ വിളിക്കുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാകുന്നു, ഒരു തർക്കം ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് വി.ഡി. സതീശൻ പ്രസംഗിച്ച് അവസാനിച്ചപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തുടർച്ചയായി കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. പ്രസംഗിച്ച് അവസാനിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് ആ ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്ന ജില്ലാ നേതാവ് ഷാഫിയെ ക്ഷണിക്കാൻ വേദിയിലേക്ക് മൈക്കിനടുത്തേക്ക് പോകുമ്പോൾ ആണ് ഈ പിടിയും വലിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഷാഫിക്കെതിരെയുള്ള ദുഷ്പ്രചരണമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സത്യത്തിൽ അത് ഒഴിവാക്കേണ്ടത് കോൺഗ്രസ് തന്നെയായിരുന്നു. ഷാഫിയെ വിമർശിക്കുന്ന ആളുകളുണ്ട്, പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വിമർശിക്കുന്ന ആളുകൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും ഇന്നലത്തെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിന് ഒരു പാഠമാണ്. ഇനിയും ഇതിപ്പോ കോഴിക്കോട് എത്തിയതേ ഉള്ളൂ. കോഴിക്കോടുണ്ട് അവരുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടായിരുന്നല്ലോ. ഈ ജാഥയുടെ തുടക്കത്തിൽ തന്നെ കെ സുധാകരൻ പിണങ്ങിപ്പോയില്ലേ? അതെ, തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ തിക്കും തിരക്കും നേരിട്ട് മുൻ KPCC പ്രസിഡന്റായ മുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തൊട്ട് മുമ്പായിരുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരനെ നേരിട്ട് അനുഭവം കണ്ടത്. അപ്പോൾ കോൺഗ്രസ് ഇത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയുള്ള ഇപ്പോൾ 4 ജില്ലകളെ ആയിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് 10 ജില്ലകൾ കിടക്കുകയാണ്. അപ്പം സ്വാഭാവികമായും കോൺഗ്രസിന് ഇതൊരു ഗുണപാഠമാണ്. ഇത്തരത്തിലുള്ള തിക്കും തിരക്കും അവർക്ക് സമൂഹത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അത് വലിയ അവഹേളനത്തിനും പരിഹാസത്തിനും ഒക്കെ കാരണമായി. ശരി, പ്രസാദ് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. ഈ ഷാഫി പറമ്പലിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ വിമർശിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ ഇതൊക്കെ ഒഴിവാക്കേണ്ടത് അവർ തന്നെയാണല്ലേ.